ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കയ്പ്പയ്ക്ക വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. കയ്പ്പയ്ക്ക മുളകിട്ടതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിനായിട്ട് 2 കയ്പ്പയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഞാനൊരു അരമണിക്കൂർ നേരം കയ്പ്പയ്ക്കയിൽ ഉപ്പ് തിരുമ്പി വെച്ചിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കയ്പ്പ് പെട്ടെന്ന് തന്നെ കുറഞ്ഞ് കിട്ടും. എന്നിട്ടിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്പ്പയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ആ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ കയ്പ്പയ്ക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്തിട്ട് കറി വയ്ക്കുമ്പോൾ അധികം കയ്പ്പും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും വാടി വന്നാൽ മതിയാവും. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാ കയ്പ്പയ്ക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ആദ്യം പാൻ വെച്ചിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 സവാള കട്ട് ചെയ്ത് വെച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിയൊന്നും ഓവർ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. നമുക്കിതിലോട്ട് ഈ സമയം അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടെ നന്നായി റോസ്മെല്ല് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു തക്കാളി പേസ്റ്റ് ആക്കി വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും റോസ്മെല്ലൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയുടെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഇരുന്നുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ചേർക്കുമ്പോൾ കയ്പ്പെല്ലാം ഒന്ന് ബാലൻസ് ആയി വരും. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച കയ്പ്പയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പുളി പിഴിഞ്ഞത് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 മിനിറ്റ്സ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പുളിവെള്ളമെല്ലാം കയ്പ്പയ്ക്കയിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കയ്പ്പയ്ക്ക മുളകിട്ടത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇതുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്